الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. عن أبي هريرة قال قال رسول الله صلى الله عليه وسلم الكلمة الحكمة ضالة المؤمنين فحيث وجدها فهو أحق بها. ومن استخدم هذه الأرض السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. بقدر الكد تتسم المعالي ومن طلب العلا سهر الليالي. സ്നേഹിതരെ, ഇമാം ഷാഫിഈ റഹിമഹുള്ളാഹിയുടെ വിജ്ഞാനത്തെ പറ്റിയുള്ള പ്രസിദ്ധമായ ഒരു കവിതയാണ്. അറിവാണ് മനുഷ്യരെ എല്ലാ കാര്യത്തിലും മുന്നിലാക്കുന്നത്. ഒരു മനുഷ്യനെ മറ്റുള്ള ജീവികളിൽ നിന്നും മുന്നിലാക്കുന്നതും സ്വന്തം വർഗത്തിൽ തന്നെ മഹത്വമുള്ളവനാക്കുന്നതും അറിവാണ്. അറിവുകളിൽ വെച്ച് ഏറ്റവും വലിയ അറിവുകളുടെ സർവ്വലോക സൃഷ്ടാവും പരിപാലകനുമായ അല്ലാഹുവിനെ അറിയണം. എന്താണ് അല്ലാഹുവിനെ അറിയാൻ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം? എങ്ങനെ അല്ലാഹുവിനെ അറിയാൻ സാധിക്കുക? അല്ലാഹുവിനെ അറിയാമെന്നതുകൊണ്ടുള്ള ഉദ്ദേശം അവന്റെ മഹത്വത്തെ അറിയുകയാണ്. അവന്റെ കഴിവുകളിലും അവന്റെ സൃഷ്ടിവൈഭവങ്ങളിലൂടെ അറിയുന്നതിലൂടെ അവന്റെ മഹത്വം അറിയാൻ സാധിക്കുന്നതാണ്. നാം എവിടെ നോക്കിയാലും മനുഷ്യ ശരീരമാകട്ടെ, ആകാശഭൂമികളാകട്ടെ, ഭൂമിയിൽ പരന്നു കിടക്കുന്ന ജീവജാലങ്ങളാകട്ടെ, പ്രകൃതിയുടെ വൈഭവങ്ങളാകട്ടെ, അതിൽ പിന്നിൽ ഒരു മഹാശക്തിയുടെയും ഒരു യുക്തിമാന്യ തന്ത്രങ്ങളായി കാണാൻ സാധിക്കുന്നതാണ്. ഇതിലൂടെ പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ അറിയാൻ സാധിക്കുന്നതാണ്. അല്ലാഹുവിനെ അറിയാൻ സാധിക്കുന്ന ഒരു അവസരവും ഒരു സത്യവിശ്വാസി പാഴാക്കി കളയുകയില്ല. ഇവിടെയാണ് നമുക്ക് പ്രവാചകത്തിന്റെ വചനങ്ങൾ ചൊല്ലി അറിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, الكلمة الحكمة ضالة المؤمنين فحيث وجدها فهو أحق بها. അറിവെന്നുള്ളത് മുഅ്മിനിൽ വളർന്നു പോയ സമ്പത്താണ്. അതവൻ ഇവിടെ നിന്ന് ലഭിച്ചാലും അതിനേക്കാൾ ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടവൻ അവൻ തന്നെയാണ്. അറിവെന്നുള്ളത് ഒരു മുഅ്മിനിന് എളുപ്പത്തിൽ ലഭിക്കുന്ന ഒരു കാര്യമല്ല. അതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ത്യാജിക്കേണ്ടി വരും. ചിലപ്പോൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. നമുക്ക് മുൻകാല പണ്ഡിതന്മാരുടെ ജീവിതങ്ങളിലേക്ക് കാണാൻ സാധിക്കും, ത്യാഗസത കാണാൻ സാധിക്കുന്നതാണ്. എവിടെയാണ് ഇമാം ഷാഫിഈ റഹിമഹുള്ളാഹിയുടെ വിജ്ഞാനത്തെ പറ്റിയുള്ള പ്രസിദ്ധമായ കവിത ചൊല്ലി ഇറങ്ങേണ്ടത്. മാനവர்கள் പാടുകയാണ്, ഒരാൾ എത്രയും അധ്വാനിക്കുന്നു അത്രയും ഉന്നതിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഔന്നിത്യം തേടുന്നു, രാത്രി ഉറക്കമൊഴിച്ചു കൊള്ളേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അധ്യാനമില്ലാത്ത ഔന്നിത്യം തേടുന്നവൻ അസാധ്യമായ ഒരു കാര്യത്തെ അന്വേഷിച്ച് അവന്റെ ആയുഷ്കാലത്ത് കളിയാണ് ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, മുത്തുകൾ തേടുന്നവർ ആയക്കടലുകളിൽ മുമ്പോട്ട് തന്നെ വേണം. ഇവരിലൂടെ അദ്ദേഹം ഒരാൾക്ക് വിജ്ഞാനം എന്നുള്ളത് എങ്ങനെ ലഭിക്കുമെന്നും എത്ര കഷ്ടപ്പെടണമെന്നും ഒരുങ്ങി തയ്യാറാക്കുമെന്നും അദ്ദേഹം പഠിപ്പിച്ചു തരുന്നു. ഇത്തരത്തിൽ അറിവ് നേടാൻ നാം അതിനെ തൗഫീഖ് നൽകട്ടെ.